ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ ഇതൊരു ട്രാവൽ വ്ലോഗാണ്. ഞങ്ങളിന്ന് പോകുന്നത് ആലപ്പിയിലെ റിസോർട്ടിലേക്കാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷേ അത്യാവശ്യം നല്ല ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് ഉണ്ടായിരുന്ന കാണാൻ ഓരോരുത്തർ ക്ഷീണിച്ച് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഉച്ചയ്ക്ക് തിരിച്ച് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ റിസോർട്ടിലേക്ക് എത്തി. റിസോർട്ടിൻ്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയാനില്ല. നല്ല അടിപൊളി വെതറും സൂപ്പർ ആംബിയൻസും ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്ത് നേരെ റൂമിലേക്ക് പോയി. ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റുഡിയോ കിച്ചൺ റൂമായിരുന്നു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് റൂമായിരുന്നു. ഞങ്ങളുടെ റൂമിൽ നിന്ന് നേരെ കണക്ട് ആവുന്നത് ഒരു പാഷ്യോയിലേക്കാണ്. അവിടെ തന്നെയായിരുന്നു ഞങ്ങൾ വാഷ്റൂമും കിച്ചൺ ഏരിയ എല്ലാം സെറ്റ് ചെയ്തിരുന്നത്. ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് പാഷ്യോയിൽ നിൽക്കുമ്പോൾ നല്ല പോസിറ്റിവിറ്റി ഫീൽ ആയിരുന്നു. പിന്നെ ഞങ്ങൾ റെസ്റ്റ് ഒക്കെ എടുത്ത് ഈവനിങ് ആയപ്പോൾ ഒരു ടീം കുടിച്ച് നേരെ എല്ലാവരും പോലെ പൂളിലേക്ക് ചാടാനാണ് പോയത്. പിന്നെ നമ്മൾ നൈറ്റ് 7 മണി വരെ പൂള് ക്ലോസ് ചെയ്യുന്നവരെ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. അന്നത്തെ ദിവസം ഇങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് ഉറക്കമില്ലായിരുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്ന് നേരം വെളുപ്പിച്ച് പിന്നെ കുറച്ച് നേരം ഉറങ്ങി. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി. ഇന്നത്തെ ദിവസത്തെ പ്ലാനിംഗ് ഒക്കെ ഞങ്ങൾ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ലക്ഷ്യമിട്ടത് ഹാപ്പി ഹബിലേക്കാണ്. ഇത് റിസോർട്ടിൻ്റെ തന്നെ ഭാഗമായ ഒരു ഗെയിമിംഗ് ഏരിയ ആണ്. ഇവിടെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ്, ബോർഡ് ഗെയിംസ്, കിഡ്സിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ബോട്ടിങ്ങിന് പോയി. ഞങ്ങൾ ശിക്കാര ബോട്ടിലാണ് റൈഡ് പോയത്. അതൊരു 1 hour റൈഡായിരുന്നു. പോകുന്ന വഴി നല്ല പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കായലിൽ നിറയെ പൂക്കൾ പിടിച്ച് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ കൊണ്ട് പോണ വഴി വീഡിയോ എടുത്താണ് പോയത്. ഞങ്ങൾ നേരെ പോയത് ഒരു ഐലൻഡിലേക്കായിരുന്നു. അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അവിടുത്തെ ട്രീ ഹൗസിൽ കയറി അവിടെ നിന്ന് കായലിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ബ്രിഡ്ജിൻ്റെ ഓരത്ത് കാറ്റിൽ കണ്ട് കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് നേരെ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോയി. പിന്നീട് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായി പുറത്തോട്ട് ഇറങ്ങി. അവിടെ കഴിക്കാനുണ്ടായിരുന്ന നല്ല ചൂട് ചട്ടിച്ചോറും ബിരിയാണിയും ഊണും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ റൂമിൽ പോയിട്ട് റെസ്റ്റൊക്കെ എടുത്ത് വന്നപ്പോൾ രാത്രിയായി. പിന്നെ ഞങ്ങൾ റിസോർട്ടിൽ തന്നെ കുറച്ച് നേരം വാക്കിന് പോയി. പിന്നീട് ഞങ്ങൾ വീണ്ടും ഹാപ്പി ഹബിലെത്തി കുറച്ച് നേരം ഗെയിംസ് ഒക്കെ കളിച്ച് ആ ദിവസം അങ്ങനെ കടന്നുപോയി. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഫോർട്ട് കൊച്ചി എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് പോയത്. അങ്ങനെ ഫോർട്ട് കൊച്ചിയും ജ്യൂട്ടാണും എല്ലാം കറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ പോയത് ഒരു ലേക്ക് സൈഡ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിരുന്നപ്പോഴാണ് ഫുഡ് വന്നത്. അവിടുന്ന് ഞങ്ങൾ നല്ലൊരു ഹമൂർ ഫിഷ് മന്തിയും കഴിച്ച് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോയി. അങ്ങനെ നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഫോർട്ട് കൊച്ചിയിലെ ബീച്ചിലേക്കാണ്. അവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബീച്ചിൻ്റെ സൈഡിലെ ചെറിയ കടകളിലൊക്കെ കയറി ഞങ്ങൾ റിസോർട്ടിലേക്ക് തിരിച്ചു പോയി. ഇന്നാണ് ഞങ്ങൾ റിസോർട്ടിലെ ലാസ്റ്റ് ഡേ. രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും നേരെ വണ്ടർലേക്ക് പോയി. ഇതിനു മുമ്പ് വണ്ടർലയിൽ പലതവണ പോയിട്ടുണ്ടെങ്കിലും ഫാമിലി ആയിട്ട് ഒരുമിച്ച് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്കാണ് പോയത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്ര വിശേഷങ്ങളേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.